ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഇതുപോലെ. പിന്നെ ഒരു ബാങ്കിൾ എടുക്കുക സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ബാങ്കിളിലൂടെ ഒരു സർക്കിൾ ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി ഇതുപോലെ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. ഒരു ഡാർക്ക് പെൻസിലോ ഒരു മീഡിയം ഡാർക്ക് പെൻസിലോ വെച്ചിട്ട് ഒരു ഷെയ്ഡിങ് കൊടുക്കുക. സർക്കിളിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ഷെയ്ഡ് ചെയ്തത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇയർബഡ്സ് ആണ്. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ പേപ്പർ സ്റ്റെംസോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ഒന്നും കൂടി പെൻസിൽ ഉപയോഗിച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കണം ആ ലോവർ പോർഷൻ. ഒരു 3D എഫക്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റബ്ബർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈനൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ച് 2 സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ടേക്കും ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും വരച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. മുകളിലുള്ള സർക്കിളിൻ്റെ പോർഷൻ കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സർക്കിളിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യണം. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഔട്ട്പുട്ട് നമുക്കിങ്ങനെ കിട്ടും. ബോൾ ഫ്ലോട്ട് ചെയ്യുന്ന മാതിരി തോന്നും.